ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട് 3 പ്രമാദമായ കേസുകളാണ് കഴിഞ്ഞ ദിവസം കോടതികൾ തീരുമാനിച്ചത്. ഒന്ന്, ജ്ഞാനായ സമുദായത്തിൽ നടക്കുന്ന എൻഡോഗമിയെപ്പറ്റി കേരള ഹൈക്കോടതിയുടെ വിധി, ജസ്റ്റിസ് എസ് ഈശ്വരൻ്റേതാണ് വിധി. മറ്റൊന്ന് സുപ്രീം കോടതിയുടെ വിധിയാണ്, 2 അംഗ ബെഞ്ചിൻ്റെ വിധി. അതായത് ദളിത് ക്രൈസ്തവർക്ക് ഹിന്ദുക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടുകയില്ല, പട്ടികജാതി വിഭാഗത്തിന് കിട്ടുന്ന യാതൊരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ വല്ലവരും ആക്രമിച്ചു കഴിഞ്ഞാൽ പട്ടികജാതിക്കാരാണെന്നുള്ള ആ വകുപ്പ് പ്രകാരമുള്ള സംരക്ഷണവും അവർക്ക് ലഭിക്കുന്നതല്ല. പിന്നെ മൂന്നാമത്തെ വിധി 6 യാക്കോബായക്കാരുടെ കയ്യിലിരുന്ന 6 പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള വിധി, കേരള ഹൈക്കോടതിയുടെ വിധി. അപ്പോൾ 3 പ്രമാദമാണ്. അതിൽ പിന്നെ ഈ കോടതി വിധികൾ, എൻഡോഗമിയെ സംബന്ധിച്ചുള്ള കോടതി വിധി ഞാനൊന്ന് ഓടിച്ച് വായിച്ചു നോക്കിയുണ്ടായി. 181 പേജ് മുഴുവനും വായിച്ച് പഠിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ വായിച്ച് പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നിയുമില്ല. കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് കോടതി ലീഗൽ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആ വിധി ഒന്ന് മലയാളീകരിച്ചാൽ, ആ രീതിയിലല്ല, ഒരു ലേഖനം പോലെ, ഒരു പരമ്പര പോലെ മലയാളീകരിച്ചാൽ വായിക്കാൻ നല്ല രസമായിരിക്കും. കാരണം അത് ഇപ്പോഴത്തെ ആ ലീഗൽ ഭാഷ മാറ്റിയിട്ട് ഒരു സാധാരണ സംസാര ഭാഷയിൽ അല്ലെങ്കിൽ ഒരു പത്രഭാഷയിൽ അതൊന്ന് മാറ്റിയാൽ നന്നായിരിക്കും. ആളുകൾക്ക് വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വളരെ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആർച്ച് ബിഷപ്പ്, പിന്നെ കോട്ടയം ആർച്ച് ബിഷപ്പും കോട്ടയം രൂപതയുമാണ് പിന്നെ ഈ ഹർജിക്കാർ. എതിരായിട്ട് കുറേ പേരുടെ പേരുകൾ കണ്ടു. അപ്പോൾ പ്രധാനമായിട്ടുമുള്ളത് ഈ എൻഡോഗമി, അതായത് സ്വവർഗ വിവാഹനിഷ്ഠ, സ്വന്തം സമുദായത്തിൽ തന്നെ വിവാഹം കഴിക്കുന്ന ആ രീതി. അപ്പോൾ അത് പിന്നെ അതിനെതിരെ കീഴ്ക്കോടതിയിൽ വന്ന, പിന്നെ ആദ്യം കോട്ടയം പിന്നെ മുനിസിപ്പൽ കോടതിയിലും അതിനുശേഷം അഡീഷണൽ ജില്ലാ കോടതിയിൽ നിന്നും 2 കോടതിയിൽ നിന്ന് വന്ന വിധിയാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പിന്നെ ആർച്ച് ബിഷപ്പും ഈ കോട്ടയം രൂപതയും പോയത്. അപ്പോൾ അവിടെ കിട്ടിയ വിധി, ഇപ്പം ജഡ്ജ് പറയുന്നത് എൻഡോഗമി എന്ന് പറയുന്നത് ഒരു ആചാരം, പിന്നെ സമൂഹത്തിൽ നടക്കുന്ന ഒരു ആചാരമായിരിക്കാം, പക്ഷെ അതൊരു ഔദ്യോഗികമായ ഒരു കാര്യമല്ല. അതുപോലെ തന്നെ സഭ പറയുന്ന സഭാനിയമങ്ങൾ പറയുന്നത് പ്രമാണിച്ച് ചെയ്യുന്ന കാര്യമല്ല. ഇനി 1911 ഈ ജ്ഞാനായ രൂപത സ്ഥാപിച്ചുകൊണ്ട് മാർപ്പാപ്പ, അന്നത്തെ പിയൂസ് പരന്താമനോ മാർപ്പാപ്പ നൽകിയ ആ ബൂളയിൽ, ഉത്തരവിൽ എൻഡോഗമി പാലിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്ന് മാത്രമല്ല, അന്ന് ഈ ചങ്ങനാശ്ശേരിയുടെ മെത്രാപ്പോലിത്തയായിരുന്ന മെത്രാനായിരുന്ന മാർ മാക്കിയിൽ അദ്ദേഹവുമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങൾ, ഈ രൂപതയിലുണ്ടായ പ്രശ്നങ്ങൾ, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ രൂപത ഉണ്ടാവുന്നത്. അപ്പോൾ ആ പുതിയ രൂപത വന്നപ്പോൾ പിന്നെ ഈ എൻഡോഗമിയുടെ കാര്യം പറഞ്ഞാൽ രൂപത കിട്ടില്ല എന്ന് മാർ മാക്കിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നാണ് ഈ ഹർജിക്ക് എതിർകക്ഷിക്കാർ ചൂണ്ടിക്കാട്ടിയത്. അതും കോടതി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും പറയാതെ അങ്ങനെ എൻഡോഗമി ഒരു പ്രധാനപ്പെട്ട വിഷയമേ ആയിരുന്നില്ല സഭയിൽ. അത് പിന്നെ ആളുകളത് പാലിച്ചു പോന്നിരുന്നുവെങ്കിൽ കൂടി അതിനൊരു നിയമസാധ്യതയോ ഒരു ആചാരത്തിൻ്റെ രീതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ കോടതി പറയുന്നത് അതിനൊരു നിയമബലമില്ല, അതിന് പിന്നിലൊരു നിയമത്തിൻ്റെ ബലമില്ല. പിന്നെ കത്തോലിക്കാ സഭ ഭരിക്കപ്പെടുന്ന കാനൻ നിയമം അനുസരിച്ചാണ്. കാനൻ നിയമത്തിലെങ്ങും ഇത് പറയുന്നില്ല, ഇങ്ങനെ ചെയ്യാമെന്നും പറയുന്നില്ല. എന്ന് മാത്രമല്ല, ക്രൈസ്തവരെല്ലാം അത് കോടതി എടുത്തു കാട്ടിയിരിക്കുന്നത് എന്താ, ഗ്രീക്കുകാരും പിന്നെ എല്ലാ ജാതിക്കാരും എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ ഒരു വാചകമാണ് എടുത്ത് കാട്ടിയിരിക്കുന്നത്. എല്ലാവരും ഒന്നാണ്, ഒരു വ്യത്യാസവുമില്ല. പിന്നെ കോടതി പറയുന്ന കാര്യം, ഇതിന് കാനൻ നിയമം അനുസരിച്ച് ഇത് പിന്നെ പാലിക്കപ്പെടാനായിട്ട് യാതൊരു നിർബന്ധവുമില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ചില വകുപ്പുകൾ അദ്ദേഹം പിന്നെ കോടതി എടുത്തു കാട്ടുന്നുണ്ട്, 21, 25 ഒക്കെ പിന്നെ മൗലികാവകാശത്തിൻ്റെ വകുപ്പുകൾ. അതനുസരിച്ചും പിന്നെ ഈ സ്വർഗ വിവാഹനിഷ്ഠയല്ല, അതിൻ്റെ പേരിൽ ആളുകളെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത്, രൂപതയിൽ നിന്ന് പുറത്താക്കുന്നത്, അല്ലെങ്കിൽ ഇടവകയിൽ നിന്ന് പുറത്താക്കുന്നത്, അത് നിയമവിരുദ്ധമാണെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അത് ശരിയല്ല, അത് നിയമാനുസൃതമല്ല. അക്കാര്യത്തിൽ നിയമം, അതിന് പിന്നിൽ ഒരു നിയമമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ മാർപ്പാപ്പ നൽകിയ ബൂളയിലില്ല, അല്ലെങ്കിൽ ഈ ചരിത്രപരമായിട്ട് ഇതൊരു നിയമമായിട്ട് കനാനായ സഭയിൽ ഉണ്ടായിരുന്നതായിട്ട് ഈ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമായിട്ടില്ല. അവർ ആചാരം എന്ന നിലയിൽ അതുണ്ടായിരുന്നതിനും. അതുപോലെ തന്നെ ഈ ഭരണഘടനാപരമായിട്ട് ഇങ്ങനെ ഈ ഒരാൾക്ക് ഈ കത്തോലിക്കാ സഭയിൽ അല്ലെങ്കിൽ ഒരു രൂപതയിൽ അംഗത്വം കിട്ടുന്ന ആ ജന്മത്തോട് കിട്ടുന്നതാണ്. അത് പിന്നീട് എടുത്തു മാറ്റാനായിട്ട് ആർക്കും അവകാശമില്ല. ഇനി വേണമെങ്കിൽ പോപ്പിനോ വല്ല അവകാശം ഉണ്ടായിരിക്കാമെന്നാണ് കോടതി പറയുന്നത്. അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ സ്വവർഗ വിവാഹനിഷ്ഠ ഒരു പിന്നെ അടിസ്ഥാന ഘടകമല്ല, അതൊരു ഈ സഭയുടെ
വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമല്ല എന്നാണ് കോടതി വിധിച്ചത്. പിന്നെ അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ കോടതി വിധിക്കുള്ള പ്രസക്തിയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം 1700 വർഷമായിട്ട് ജ്ഞാനായ സമുദായം നമ്മുടെ ഇടയിലുണ്ട്. അവർ സ്വവർഗ വിവാഹം നിഷ്ഠ പാലിക്കുന്നതിൽ നമുക്കാർക്കും ഒരു വിരോധമില്ല. പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതിന് ഒരു കുഴപ്പവുമില്ല. ഒരേ ഒരു പ്രശ്നം, അതിൻ്റെ പേരിൽ വേറൊരു രൂപതയിൽ നിന്ന് മാറിക്കെട്ടിയവരെ ഇവരുടെ രൂപതയിൽ നിന്ന് ഈ രൂപതയിൽ നിന്ന് മാറ്റുക, അവരുടെ അംഗത്തെ ഈ രൂപതയിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഈ പള്ളിയിൽ നഷ്ടപ്പെടുക, അത് ശരിയാണോ എന്നുള്ളതാണ് കോടതി പരിഗണിച്ച വിഷയം. അപ്പോൾ അത് ശരിയല്ല എന്നാണ് കോടതി പറയുന്നത്. അവർ അങ്ങനെ അവരുടെ ആ അവകാശം, ആ പള്ളിയിലുള്ള അവകാശം, അല്ലെ ആ രൂപതയിലുള്ള അംഗത്വം, അത് നീക്കം ചെയ്യാൻ ആർക്കും അവകാശമില്ല. കാരണം അത് അവർക്ക് ജന്മനാ കിട്ടിയതാണ്, അവർക്കുള്ള അവകാശമാണ്, അത് മാറ്റാനാവില്ല. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും വിരുദ്ധമാണ്. കാരണം അത് ഈ സിവിൽ നിയമങ്ങളനുസരിച്ചാണ് ഇക്കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തീരുമാനിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ സിവിൽ നിയമങ്ങളും ഭരണഘടനയും അനുസരിച്ച് അതും ശരിയല്ല. അപ്പോൾ അങ്ങനെ മാറ്റാനായിട്ടുള്ള അധികാരങ്ങൾ ആർച്ച് ബിഷപ്പിനോ രൂപതയ്ക്കോ ഇല്ല, ആളുകളെ നീക്കം ചെയ്യാനുള്ള, മറ്റൊരു രൂപതയിലേക്ക് മാറ്റാനുള്ള. പിന്നെ ഇനി സ്വന്തം ഇഷ്ടപ്രകാരം രൂപത മാറിയാൽ കൂടി അതിനും നിയമസാധുത ഇല്ലെന്നുള്ള രീതിയിലാണ് ആ കോടതി വിധിയിൽ ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അറിവ് ഞാൻ അങ്ങോട്ട് ഉറപ്പായിട്ട് പറയുന്നില്ല. പിന്നീടുള്ള കാര്യം, ഇതൊരു ആർട്ടിഫിഷ്യൽ, കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു ആചാരം ആ നിയമം എന്നുള്ള രീതിയിലാണ് കോടതി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും അതിനു പുറമെ പ്രമാദമായ 1-2 കാര്യം കൂടെ പറഞ്ഞത്, ഈ വിവാഹം കഴിക്കുന്ന ഈ രൂപതയിൽപ്പെട്ട ഒരാൾ, ജ്ഞാനായ സമുദായത്തിൽപ്പെട്ട ഒരാൾ വിവാഹം കഴിക്കുന്ന സ്ത്രീക്ക് ആ രൂപതയിൽ അംഗത്വം കിട്ടും. അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് കിട്ടും. അവരെയും ഒന്നും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല എന്നാണ് വിധിയിൽ പറയുന്നത്. അപ്പോൾ എതിരെ പറഞ്ഞൊരു വിധി, ഒരു വാദം, ഇപ്പോൾ കത്തോലിക്ക സഭയിൽ കത്തോലിക്കനായ ഒരു വ്യക്തി ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചാൽ ആ ഹിന്ദു കത്തോലിക്ക സഭയിൽ അംഗമാകുന്നില്ല. ആ കത്തോലിക്ക സഭയിൽ അംഗം ആണെങ്കിൽ അവർ ഈ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും മാമോദീസം സ്വീകരിക്കുകയും അങ്ങനെയുള്ള ഒരു ചട്ടവട്ടങ്ങളുണ്ട്. അതിനുശേഷമേ അവർ കത്തോലിക്ക സഭയിൽ അംഗമാകുകയുള്ളൂ. അത് ഇക്കാര്യത്തിലും ബാധകമാകേണ്ടതാണെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതും ഇതുമായിട്ട് ബന്ധമില്ല എന്നാണ് കോടതി പറയുന്നത്. കാരണം അത് രണ്ട് വിഷയങ്ങളാണ്. കത്തോലിക്ക സഭയിൽ അംഗമാകുന്ന ആ വിഷയവും ഇതല്ല, വിവാഹം കഴിച്ചു കൊണ്ടിരുന്ന മറ്റൊരു രൂപതയിൽ നിന്ന്, മറ്റൊരു സമുദായത്തിൽ നിന്ന്, മറ്റൊരു മതത്തിൽ നിന്നല്ല, മറ്റൊരു രൂപതയിൽ നിന്ന്, കത്തോലിക്ക സഭയിൽ തന്നെ മറ്റൊരു രൂപതയിൽ നിന്ന് ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സഭയിൽ അംഗത്വമുണ്ട്, അവരുടെ മക്കൾക്കും അംഗത്വമുണ്ട്, അവരെ പുറത്താക്കാനാവില്ല. ആ പുറത്താക്കുന്ന ഇൻജസ്റ്റിസാണ്, നിയമവിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ വാദങ്ങളുമെല്ലാം വിശദമായ കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിലുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. 181 പേജ് വായിക്കാൻ ക്ഷമയുള്ളവരൊക്കെ വായിച്ചത് ഒന്ന് പഠിച്ച് വെക്കേണ്ടത് ഒരാവശ്യം തന്നെ. ഇനി ഈ എൻഡോഗമിയെ പറ്റി പറയുമ്പോൾ നമുക്കതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ അമേരിക്കയിലെ ഏറ്റവും വലിയ സമുദായം എന്ന് പറയാവുന്നത് ജ്ഞാനായ സമുദായമാണ് ഏറ്റവും അധികം. കാരണം അവരുടെ കൺവെൻഷനൊക്കെ ഏറ്റവും വലിയ കൺവെൻഷൻ നടക്കുന്നത്, മലയാളി കൺവെൻഷൻ നടക്കുന്നത് ജ്ഞാനായ കൺവെൻഷനാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ ജ്ഞാനായ കൺവെൻഷന് ഇതിലൊക്കെ നമുക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു, ഈ പത്രക്കാർക്കൊക്കെ. പിന്നെ ഇപ്പോഴതില്ല. എന്തുകൊണ്ടോ ജ്ഞാനായ സമുദായം അങ്ങ് ഒറ്റപ്പെട്ടു പോകുന്ന പോലെ അങ്ങ് തോന്നിപ്പോകുന്നു. അതെന്തായാലും അപ്പോൾ ഈ ജ്ഞാനായ സമുദായത്തിൽ ഈ മാറിക്കിട്ടുന്നവർ മറ്റ് സമുദായം, അതായത് മറ്റ് രൂപതയിൽ നിന്ന് കിട്ടുന്നവർ, മറ്റ് മതങ്ങളിൽ നിന്നുമല്ല, മറ്റ് ഈ മാർത്തോമാ സഭയിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ നിന്നോ വിവാഹം കഴിക്കുന്നവരല്ലേ, മറ്റ് രൂപതയിൽ നിന്ന് കത്തോലിക്കർ തന്നെ. അപ്പോൾ അവർക്കൊരു അവരെ മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് ഈ വിധിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ഇവിടെയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ധാരാളം പേര് ഇവിടെ ഇക്കാര്യത്തിൽ അഫക്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് കാര്യമായ ഒരു റിപ്പോർട്ട് എഴുതണമെന്ന് എന്നോട് ചിലർ പറയുകയുണ്ടായി. അപ്പോൾ റിപ്പോർട്ട് എഴുതുന്നില്ല, അതിനെപ്പറ്റി ഒരു ഉപരിപ്ലവപരമായ ഒരു ടോക്ക് നടത്തിക്കളയാവുന്നതാണ് ഞാൻ വിചാരിച്ചത്, ആഴത്തിലുള്ളതല്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേരിൽ ഒത്തിരിയൊന്നും ഈ സമുദായമൊന്നും തലമുണ്ടാക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത്. എനിക്കൊക്കെ തോന്നിയിരിക്കുന്നത് പണ്ടും വന്ന ഒരു നിർദ്ദേശമാണ്. അതായത് ജ്ഞാനായക്കാർ ഈ ആചാരം പാലിച്ചു കൊള്ളട്ടെ, പക്ഷെ അതും കത്തോലിക്ക സഭയും തമ്മിൽ എന്താണ് ബന്ധമിരിക്കുന്നത്? ഇപ്പം കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ഒരു ആചാരമില്ല, ഇങ്ങനെ ഒരു ആചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ആർക്കും ഏത് പള്ളിയിലും പോകാം. കത്തോലിക്ക സഭയുടെ ഒരു മെച്ചമതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈയിടയ്ക്ക് ഈ ഇറ്റലിയിലൊന്ന് ഞാൻ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ റോമിലെ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ വികാരി, അദ്ദേഹം ബിഷപ്പാണെന്ന് തോന്നുന്നു, ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. പിന്നെ റോമിൽ ഇറ്റാലിയൻ അല്ലാത്ത ഒരാൾ അവിടെ ബിഷപ്പോ അല്ലെങ്കിൽ വികാരിയോ ആകാൻ പാടില്ല എന്ന് പറഞ്ഞാലത്തെ സ്ഥിതി എന്താവും? ഞങ്ങൾ ഇറ്റലിക്കാരൻ തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞാലത്തെ സ്ഥിതി എന്താവും? അതുപോലെ തന്നെ ഇറ്റലിയിലെ ആളുകൾ പറയുകയാണ്, ഇത് ഞങ്ങളുടെ പള്ളിയാണ്,
ഞങ്ങൾ അല്ലാതെ വേറെ ആരും ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താവും സ്ഥിതി? അപ്പോൾ എല്ലാ പള്ളിയിലും എല്ലാ കത്തോലിക്കർക്കും അവകാശമുണ്ട്. അവകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ സമ്പത്തിലോ സ്വത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല, ഭൗതിക കാര്യങ്ങളിലല്ല. അവിടെ പോകാനും പിന്നെ അവിടെ പ്രാർത്ഥനകളിലും കുർബാനയിലും ഒക്കെ പങ്കെടുക്കാനും ഏത് പള്ളിയിലും പോകാം, നമുക്ക് എല്ലാവർക്കും പോകാം. ഒരേ തുല്യ അവകാശമാണ് എല്ലാവർക്കും ഉള്ളത്. എന്ന് മാത്രമല്ല പള്ളി അല്ലെങ്കിൽ അമ്പലം ഒരിക്കൽ പണിത് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടേതാണോ? അത് പിന്നെ സമുദായത്തിൻ്റെ പള്ളി എന്ന് പറയുന്നു. സമുദായത്തിൻ്റെ ആണോ പള്ളി? പിന്നെ ഈ ക്ഷേത്രം ഒരാൾ പണിത് കൊടുത്താൽ അയാളുടേതാണോ ആ ക്ഷേത്രം? അത് ആർക്ക് വേണ്ടി പണിത് കൊടുത്തോ, ഏത് ദേവതയ്ക്ക് വേണ്ടി പണി കൊടുത്തോ ആ ദേവതയുടേതാണ് ആ ക്ഷേത്രം. ഇനി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പള്ളി ക്രിസ്തുവിൻ്റേതാണ്, സഭയുടേതാണ്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ നീക്കം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് വിവാഹം മാറി മറ്റൊരാളെ വിവാഹം കഴിച്ചു, മറ്റൊരു രൂപതയിൽ നിന്ന് വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ പുറത്താക്കുക എന്ന് പറയുന്നതിൽ അതിലൊരു ന്യായക്കേട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ജ്ഞാനായ സമുദായം അവരുടെ തനിമ എങ്ങനെ സൂക്ഷിക്കും? അവരിങ്ങനെ മാറിക്കിട്ടി ഇവരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സമുദായം ഇല്ലാതാകും. അത് ജെനുവിനായിട്ടുള്ളൊരു പേടിയാണ്. വാസ്തവം പറഞ്ഞാൽ അത് നമ്മളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നിയിരിക്കുന്ന മുമ്പും വന്നിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നിർദ്ദേശമാണ്. ഇപ്പോൾ ഈ KCCNA-യിലും KCS-ലും IKCC-യിലും ഒക്കെ അവരൊരു രജിസ്റ്റർ പിന്നെ വെക്കുക, അതായത് ശരിക്കുള്ള ജ്ഞാനായക്കാർ. ഇനി സഭയിൽ പിന്നെ പള്ളിയിലെ ഇടവകയിൽ വേറൊരു രജിസ്റ്റർ വെക്കുക, അവിടെ എല്ലാവർക്കും അവിടെ മാറിക്കെട്ടുവരും അവരെല്ലാവർക്കും അതിലംഗങ്ങളാണ്. പക്ഷേ KCCNA-യിലോ KCS-ലോ IKCC-യിലോ ഒക്കെ അംഗത്വം കിട്ടണമെങ്കിൽ ശരിക്കും ആ ജ്ഞാനായ ആ പാരമ്പര്യം പാലിക്കുന്നവർ, അതായത് പിന്നെ കർമ്മം കൊണ്ടും വിവാഹം കൊണ്ടും എല്ലാം പിന്നെ ജ്ഞാനായക്കാരായിരിക്കുന്നവർ. അപ്പോൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ സഭയും സമുദായവും രണ്ടും രണ്ടാണെന്നുള്ള ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനേക്കുള്ളൊരു ചുവട്ടുപടിയാണ് ഈ വിധിയെന്ന് തോന്നുന്നു. എന്നല്ല എനിക്ക് തോന്നിയിരിക്കുന്ന ഈ ജ്ഞാനായ സമുദായം ഈ മറ്റുള്ളവരെ കൂടിയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സമുദായം എത്ര വളരും. ഈ ജ്ഞാനായ യാക്കോബായ സമുദായം കാണുന്നുണ്ട്, വളരെ ശോഷിച്ചൊരു സമുദായം, കുറച്ച് പേര് മാത്രം. നേരെ മറിച്ച് ഈ മാറിക്കെട്ടുന്നവരും അവർക്കും കൂടെ ചേർന്നാൽ ആ സമുദായം എത്രമാത്രം വലുതാകും, എത്രമാത്രം ശക്തിപ്പെടും. അപ്പം അതേസമയം തന്നെ ആ തനിമ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സമുദായം, അത് താല്പര്യമുള്ളവർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതിന് ആർക്കാണതിന് എതിരും വിരോധവുമുള്ളത്? അവരങ്ങനെ നിന്നോട്ടെ, നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. അപ്പം ആ ഒരു സമുദായത്തിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതേസമയം തന്നെ സമുദായവും സഭയും സഭയിൽ നിന്ന് പുറത്താക്കുന്നതും പള്ളിയിൽ നിന്നും രൂപതയിൽ നിന്ന് പുറത്താക്കുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് കോടതി വിധിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നെ തിരുത്തുന്നതിൽ യാതൊരു വിരോധവുമില്ല. പക്ഷേ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതും അറിയുന്നതും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതെന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ജ്ഞാനായ സമുദായത്തിന് നന്മ വരട്ടെ, ഒരു ദോഷവും വരേണ്ട കാര്യമില്ല. പിന്നെ അത് അങ്ങനെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതിയുടെ വിധി കുറച്ചുകൂടെ പ്രമാദമാണ്. അതായത് ഈ പിന്നെ ദളിത് ക്രിസ്തവർ, പട്ടികജാതിക്കാർ, അവർ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല. പട്ടികജാതിക്കാരാണെന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന യോഹന്നാൻ പിന്നെ അങ്ങേര് ജയചന്ദ്രനായി, പിന്നെ റോസ് പിന്നെ അജിതയായി. അപ്പനൊക്കെ അവർക്ക് പിന്നെ പെട്ടെന്ന് ജോലി കിട്ടി, ഉയർന്നു പോകാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പോകണം, പിന്നെ പോകുന്നതിലൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോയിരിക്കുന്നതും. അപ്പോൾ ആ ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല നിങ്ങൾ മതം മാറിക്കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാളുപരി ഏറ്റവും കഷ്ടമായിട്ട് എനിക്ക് തോന്നിയത് ഈ മതം മാറിയ പട്ടികജാതിക്കാർ അവർ മതം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഈ ജാതിയുടെ പേരിൽ മറ്റും അവരെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ആക്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ പട്ടികജാതിക്കാരെ ആക്ഷേപിച്ചു എന്നുള്ള ഒരു ആനുകൂല്യം പോലും കിട്ടില്ല എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിത്തിരി കഷ്ടമായിപ്പോയി, ഇത്തിരി കടന്ന കൈയായിപ്പോയി. അതായത് ജാതി മാറിയത് കൊണ്ടോ മതം മാറിയത് കൊണ്ടൊന്നും ഒരാളുടെ ആ സ്റ്റാറ്റസ് മാറുന്നില്ല. അപ്പം എന്ന് മാത്രമല്ല ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പട്ടികജാതി എന്നാണ് ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും അങ്ങനെയുള്ള സിഖ് വിഭാഗത്തിൻ്റെയും അതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഈ താഴ്ന്ന ദളിത സമൂഹം ഉണ്ടായതെന്നാണ് കോടതി പറയുന്നത്. അപ്പം പിന്നെ ക്രിസ്ത്യാനികൾക്കിടെ ജാതിയില്ല, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജാതിയില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇതിൻ്റെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് ഒരു ന്യായമായൊരു കാര്യമാണത്. പക്ഷേ പ്രയോഗത്തിലോ ഇവർ മതം മാറിയത് കൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടവും പ്രത്യേകിച്ചൊരു മാറ്റവും വരുന്നില്ല. അവരുടെ സാമൂഹിക സ്ഥിതിയിൽ ഒരു മാറ്റവും വരുന്നില്ല. ഈ തോട്ടിപ്പണി ചെയ്യുന്നയാൾ ക്രിസ്ത്യാനിയായാലും അത് ആ പണി തന്നെ ചെയ്യുന്നിടത്തോളം കാലം അയാൾ അങ്ങനെ തന്നെ, അയാളുടെ സ്റ്റാറ്റസ് അത് തന്നെയായിരിക്കും. നേരെ മറിച്ച് അയാൾ നാളെ ഒരു അംബാനിയോ അദാനിയോ ഒക്കെ ആയി മാറിയാൽ സ്റ്റാറ്റസും മാറി. അതാണ് ഈ അംബേദ്കർ എപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ദളിതർ അവരുടെ സ്റ്റാറ്റസ് ഉയരണമെങ്കിൽ അവർക്ക് സമ്പത്തുണ്ടാവണം, സമ്പത്തുണ്ടാക്കാനായിട്ട് നോക്കണം. പക്ഷേ
സമ്പത്തുണ്ടാക്കാൻ നോക്കിയാൽ നമുക്കിപ്പം തെങ്ങ് കയറിയാൽ അല്ലെങ്കിൽ പിന്നെ ഈ തലമുടി വെട്ടിയാൽ എത്ര പേരുടെ തലമുടി വെട്ടിയാൽ ഒരാൾക്ക് സമ്പന്നനാകാൻ കഴിയും. അപ്പോൾ ആ ചെയ്യുന്ന ജോലിക്കും ഒരു പ്രാധാന്യമുണ്ട്, നമ്മുടെ ജീവിതത്തെ പിന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ മതമാറ്റത്തെ പൊതുവിൽ അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഈ ദളിതരും മറ്റുമൊക്കെ മതം മാറണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഈ നമ്മളെ ദളിതരാക്കാൻ ആർക്കാണ് അവകാശം? ഈ നമ്മളെ താഴ്ന്ന ജാതിക്കാരാക്കാൻ ആർക്കാണ് അവകാശം? അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സമുദായത്തിൽ അങ്ങനെയുള്ള ഒരു മതത്തിൽ എന്തിനാണ് തുടരുന്നത്? ഓടി രക്ഷപ്പെടണം. ഇപ്പോൾ ഇവിടെ മുഹമ്മദ് അലി നമുക്കറിയാം, അങ്ങേര് കാഷ്യസ് ക്ലേ ആയിരുന്നു. അങ്ങേര് ഇവിടെ ഈ പിന്നെ കറുത്തവർഗ്ഗക്കാരെ എല്ലാം അടിമകളും അവരെയൊക്കെ ഏറ്റവും അധികം ദ്രോഹിക്കുകയൊക്കെ ചെയ്തത് ക്രിസ്തുമതവും ക്രിസ്ത്യാനികളും ക്രിസ്തുമതത്തിൻ്റെ പേരും കൂടെ പറഞ്ഞിട്ടാണ്. പിന്നെ ഈ ബൈബിളിലെയൊക്കെ ചില വാക്യങ്ങൾ അതിനെ പിന്നെ ന്യായീകരിക്കാനോ ഉപയോഗിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ധാരാളം കറുത്ത വർഗ്ഗക്കാർ ക്രിസ്തുമതം വിട്ട് ഇസ്ലാം മതത്തിൽ ചേരുന്ന ഒരു പ്രതിഷേധം. എന്ന് പറഞ്ഞതുപോലെ ഈ ദളിതരും അത് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. പക്ഷേ നമ്മുടെ നിലനിൽപ്പും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതൊരു പിന്നെ പ്രശ്നമായിട്ട് വരുന്നു. സുപ്രീം കോടതി വിധി അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്തായാലും സാമൂഹ്യനീതി അതുകൊണ്ട് കൈവരിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിൽ ഒരു വെള്ളിരേഖയുണ്ട്. അതായത് ഒരു സിൽവർ ലൈനിങ് ഞാൻ കാണുന്നത്, നിങ്ങൾ ഈ മതം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പട്ടികജാതിയിൽ നിന്ന് നിങ്ങളിപ്പോൾ സവർണജാതിയായി മാറി, ഉന്നത ജാതിക്കാരനായി മാറി. വളരെ എളുപ്പമാണ്, ഇങ്ങോട്ട് മതം മാറിയാൽ മതി. നാളെ മുതൽ പിന്നെ പറയനോ പുലയനോ ആയിരുന്നു ആൾ ക്രിസ്ത്യാനിയോ അല്ലെ മുസ്ലിമോ ആയിക്കഴിഞ്ഞാൽ അയാൾ ഉന്നത ജാതിക്കാരനായി മാറി, അല്ലെ സവർണനായി മാറി. അതൊരു നല്ല കാര്യമാണ് അങ്ങനെ വരികയാണെങ്കിൽ. എന്തായാലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സാമൂഹ്യ തലത്തിൽ ആളുകൾ രക്ഷപ്പെടണം, ആളുകളുടെ സ്ഥിതി മാറണം, ആളുകളുടെ സ്റ്റാറ്റസ് മാറണം. ഇതൊക്കെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഈ വിധി എത്രമാത്രം പ്രയോജനപ്പെടും എന്നാണ് ഇനി കാണേണ്ടിയിരിക്കുന്നത്. ഇനി ഇതേപ്പറ്റി കൂടുതൽ നമ്മൾ സംസാരിക്കാനുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം നമ്മുടെ പള്ളിക്കാര്യമാണ്. അപ്പോൾ പള്ളിക്കാര്യത്തിൽ ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ള പിന്നെ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും രണ്ട് തിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അത് കോടതിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്, സുപ്രീം കോടതിക്ക്. കാരണം ഇപ്പം അത് കത്തോലിക്കർക്ക് അത് പ്രത്യേകിച്ചും പെട്ടെന്ന് മനസ്സിലാവും. ഈ പത്രോസിനെ അടിസ്ഥാനമാക്കി, പത്രോസാകുന്ന പാറയിൽ പെടുന്ന പള്ളി, അപ്പോൾ ആ രീതിയിലാണ് പിന്നെ കത്തോലിക്ക സഭയുടെ തിയോളജി. പത്രോസിന് കിട്ടുന്ന പ്രാധാന്യം, ആ പ്രാധാന്യമാണ് മാർപ്പാപ്പായ്ക്ക് കിട്ടുന്ന പ്രാധാന്യം, അതിൻ്റെ ഒരു പിന്തുടർച്ച. പിന്നെ ആ പ്രാധാന്യം മറ്റ് ശ്ലീഹന്മാർക്ക് കിട്ടില്ല താനും. നേരെ മറിച്ച് അതേസമയം തന്നെ ഈ ഡോക്ടർ ബാബു പോളൊക്കെ ചോദിക്കുന്നത്, ഇപ്പം പത്രോസ് ശ്ലീഹ തോമാസ് ശ്ലീഹയോട് ആജ്ഞാപിക്കുമോ, എടാ തോമാച്ച ഞാനീ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്തേച്ചാൽ മതിയെന്ന് പിന്നെ പത്രോസ് ശ്ലീഹ പറയാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ എല്ലാ ശ്ലീഹന്മാർക്കും തുല്യമായിട്ടുള്ള പിന്നെ അവകാശങ്ങളും അധികാരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ മുമ്പനായിരുന്നു പത്രോസ് എന്ന് മാത്രം. പക്ഷേ അതിനെ ഒരു തിയോളജിയാക്കി മാറ്റി കത്തോലിക്ക സഭ പിന്നെ അതിൻ്റെ ആ പത്രോസാകുന്ന പാറയിൽ അങ്ങനെ പണിത ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ കൊണ്ടുവന്നു. അതിനെയാണ് ഏകദേശം യാക്കോബായക്കാർ പിന്തുടരുന്നത്. അപ്പോൾ അങ്ങനെയൊരു ഇതില്ല. പത്രോസിൻ്റെ അല്ല, പിന്നെ മാർത്തോമാ ശ്ലീഹായ്ക്കും തുല്യ പ്രാധാന്യമുണ്ടെന്നും അതിൻ്റെ ആ പാരമ്പര്യമാണ് ഞങ്ങൾ പിന്തുടരുന്നതാണ് പിന്നെ ഓർത്തഡോക്സുകാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തിയോളജിയിലും തെറ്റൊന്നുമില്ല. പക്ഷേ രണ്ട് തിയോളജിയാണെന്ന് മാത്രം, രണ്ട് തിയോളജി. അപ്പോൾ ആ വിശ്വാസം, ആ അന്ത്യോക്യരുടെ വിശ്വാസം, ആ പഴയ കാരണം പത്രോസിൻ്റെ പിൻഗാമിയായിരുന്നു പിന്നെ അന്ത്യോക്യയുടെ അധിപനും. ആ ഒരു പിൻഗാമിത്വമാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ അത് ഈ രണ്ട് സഭയായിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. യാതൊരു വിധത്തിലും ഒരു വഴക്കുണ്ടാവേണ്ട ഒരു കാര്യമില്ല. ആളുകൾ കൂടുതൽ എവിടെയുണ്ടോ ആ പള്ളി അവരുടേതാണ്. പിന്നെ ഓരോ പള്ളിയിലും മജോറിറ്റി ആരാണോ അവരായിരിക്കണം ആ പള്ളി പിന്നെ കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം ഞാൻ കാണുന്നുണ്ട്, ഇപ്പം പുതുപ്പള്ളി ചെല്ലുമ്പം അവിടുത്തെ പ്രസിദ്ധമായ പള്ളിയുണ്ട്. ആ പള്ളിയുടെ തൊട്ടു മുന്നേ തന്നെ യാക്കോബായക്കാർ വേറൊരു പള്ളി വെച്ചിരിക്കുന്നു. വാസം പറഞ്ഞാൽ ഒരു കഷ്ടമാണ്. പിന്നെ ഈ ക്രിസ്തീയ സഭകളുടെ ആ ഭിന്നത കാണുന്നത് പിന്നെ ഒരു ഒന്നാം തരം ഒരു തെളിവായിട്ടാണത് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഷ്ടമാണ് ഈ വഴക്കുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മണർകാട് പള്ളി പിന്നെ ഓർത്തഡോക്സുകാർ ഏറ്റെടുത്താത്ത സ്ഥിതി എന്താവും? അവിടെ ആ പള്ളിക്കാർ വന്നില്ലെങ്കിൽ പള്ളിയുടെ കെട്ടിടം ഏറ്റെടുത്തിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? കെട്ടിടമോ അല്ലെങ്കിൽ പള്ളിയുടെ ആസ്തിയോ ഏറ്റെടുത്തിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ആ പള്ളിക്കാരെ, ആ ഇടവകക്കാരെ, ആ ജനങ്ങളെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവർക്ക് മനംമാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഇരിക്കുന്നത്? ഈ വല്ലവരും പണിത പള്ളി അല്ലെ വല്ലവരുടെയും കാശ് അതെന്തിനാണ് ഒരു സഭ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോൾ അത് ഒത്തുപോകുക. ഇത് മിക്കവാറും ഇത് രണ്ട് തിയോളജിയാണെന്ന് അംഗീകരിക്കുക. ആദ്യത്തെ കാര്യം
രണ്ട് സഭയാണ്, രണ്ടായിട്ട് പോട്ടെ, രണ്ടായിട്ട് പോയത് കൊണ്ട് എന്താണ് കുഴപ്പമിരിക്കുന്നത്? ആ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു സമയമായി എന്ന് തോന്നുന്നു.